നോക്കാം വാർത്തകൾ വിശദമായി. അരിക്കൊമ്പനെ പിടികൂടി മാറ്റിപ്പാർപ്പിക്കുന്ന വിഷയം വിദഗ്ധ സമിതി റിപ്പോർട്ട് വന്ന ശേഷം പരിഗണിക്കാമെന്ന് ഹൈക്കോടതി. 5 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിക്കാമെന്നും കോടതി വ്യക്തമാക്കി. വേണമെങ്കിൽ അരിക്കൊമ്പനെ പിടിച്ച് റേഡിയോ കോളർ വെച്ച് കാട്ടിലേക്ക് വിടാമെന്നും കോടതി പറഞ്ഞു. റേഡിയോ കോളർ വെച്ച് തുറന്നുവിട്ടാൽ പ്രശ്നം തീരുന്നില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചു. പ്രദേശത്ത് ജാഗ്രത തുടരണമെന്നും വനം വകുപ്പ് വിദഗ്ധ സംഘം പ്രദേശത്ത് തുടരട്ടെ എന്നും കോടതി പറഞ്ഞു. PT7 കൈകാര്യം ചെയ്തത് മോശമായാണ്, അതുപോലെ അരിക്കൊമ്പനെ കൈകാര്യം ചെയ്യാൻ സമ്മതിക്കില്ല എന്നും കോടതി വ്യക്തമാക്കി. ശാന്തമ്പാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളെ കേസിൽ കക്ഷി ചേർത്തു. അതിനിടെ ആനയെ പിടികൂടാതെ മറ്റൊരു നടപടിയും സാധ്യമല്ലെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. ആനയെ പിടികൂടാതെ ആകാശത്ത് നിന്ന് റേഡിയോ കോളർ വച്ച് പിടിപ്പിക്കാനാകുമോ എന്ന് വനം മന്ത്രി ചോദിച്ചു. വിവരങ്ങളുമായി ഡാനി പോളും പ്രിൻസ് ജെയിംസും ചേരും. ആദ്യം ഡാനി പോളിലേക്ക്. ഡാനി, കോടതി വളരെ ശക്തമായ നിലപാടാണ് ഇതിനെതിരെ സ്വീകരിക്കുന്നത് എന്ന് വേണമോ ഇതിൽ മനസ്സിലാക്കാൻ? അരിക്കൊമ്പനെ പിടിക്കാതെ അല്ലെങ്കിൽ കഴിഞ്ഞ PT7 പിടിച്ച് കൊണ്ടുപോയതുപോലെ പറ്റില്ല എന്ന ശക്തമായ നിലപാടല്ലേ കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്? ഇതിനെ എങ്ങനെ മറികടക്കാനാകും വനം വകുപ്പിനും വനം മന്ത്രിക്കുമൊക്കെ? മനു, ന്റെ കാര്യം കോടതി പരാമർശിക്കപ്പെട്ടപ്പോൾ തന്നെ ഇതാ എന്താണ് നിലപാടെന്നത് സംബന്ധിച്ച് ഏതാണ്ട് ഒരു ധാരണയായിരുന്നു. കാരണം PT7 ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു. അതിനെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസവും ആ രീതിയിലായിരുന്നു പൊതുവെ അന്ന് വനം വകുപ്പ് പറഞ്ഞിരുന്നതും അവരുടെ ആ ഓപ്പറേഷൻ വിലയിരുത്തിയിരുന്നത്. പക്ഷേ അത് കോടതി വളരെ നിശിതമായി തന്നെയാണ് വിമർശിച്ചത്. PT7 കൈകാര്യം ചെയ്തത് മോശമായെന്നും അതുപോലെ കൈകാര്യം ചെയ്യാൻ അരിക്കൊമ്പനെ അതുപോലെ കൈകാര്യം ചെയ്യാൻ സമ്മതിക്കില്ലെന്നും വ്യക്തമാക്കിയതിലൂടെ കോടതി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് അത്തരമൊരു ഓപ്പറേഷൻ നടക്കില്ല എന്ന് തന്നെ ബോധ്യപ്പെട്ടിരുന്നു. പിന്നീട് കൃത്യമായ രീതിയിൽ തന്നെ ഇത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. റേഡിയോ കോളർ പിടിപ്പിച്ച് അരിക്കൊമ്പനെ തുറന്നു വിടാം എന്നതാണ് അതിൽ റേഡിയോ കോളർ വെച്ച് തുറന്നു വിട്ടാൽ പ്രശ്നം തീരുന്നില്ല എന്ന് വനം വകുപ്പ് അപ്പോൾ പറയുമ്പോൾ പോലും ഇതിൽ കൊമ്പനെ പഠിച്ച് സ്ഥിരമായി മാറ്റി പാർപ്പിക്കുന്ന വിഷയം ആ രീതിയിലേക്ക് കാണണം എന്ന് പറഞ്ഞു. അതിനൊരു എക്സ്പെർട്ട് കമ്മിറ്റി നിയോഗിക്കാം, ഒരു വിദഗ്ധ സമിതി നിയോഗിക്കാമെന്ന് കോടതി വാക്കാൽ പറയുകയും അവരുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പരിഗണിക്കാമെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ അവിടെ അത്തരം അരിക്കൊമ്പനെ പിടിക്കുക ഉടനടി സാധ്യമാവുന്ന ഒരു കാര്യം തന്നെയല്ല. കോടതി ഈ വിഷയത്തിൽ ഈ രീതിയിൽ ഇടപെട്ടതുകൊണ്ട് അതുകൊണ്ട് തൽക്കാലം ഈ സ്ഥലത്ത് ജാഗ്രത തുടരാനാണ് കോടതിയുടെ നിർദ്ദേശം. അതിൽ ഗത്യന്തരമില്ലാത്ത ശല്യം അവസ്ഥ ഈ മനുഷ്യവാസ പ്രദേശത്ത് ഉണ്ടായാൽ മാത്രം കൊമ്പനെ പിടികൂടി റേഡിയോ കോളർ വെച്ച ഉൾക്കാട്ടിൽ തുറന്നുവിടാനുമാണ് വനം വകുപ്പിനോട് കോടതി വാക്കാലായി നിർദ്ദേശം നൽകിയത്. മറ്റെല്ലാം വിദഗ്ധ സമിതി റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക എന്ന് വ്യക്തമായിരിക്കുന്നു. ഈ പ്രദേശത്ത് ജാഗ്രത തുടരണം. ഇപ്പോൾ നിലവിൽ അവിടെയുള്ള വിദഗ്ധ സംഘം അവരും അവിടെ തുടരട്ടെ എന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ആനയെ പിടികൂടിയാൽ മാത്രം ഈ വിഷയങ്ങൾ അവസാനിക്കുകയുള്ളൂ എന്ന് വനം വകുപ്പ് നേരത്തെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. കാരണം ഇത് സംബന്ധിച്ച് സ്ഥിരമായ ഒരു ശല്യമുണ്ടാക്കുന്ന ആന, വളരെ ഭീഷണിയാവുന്ന ഒരാന വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ നടപടി അവിടെ നിന്ന് പിടികൂടി മാറ്റുക എന്നത് മാത്രമാണ് എന്നത് പറഞ്ഞിരുന്നു. 2 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, പിടികൂടി കോടനാട്ടേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ റേഡിയോ കോളർ പിടിപ്പിച്ച് അതിനെ മറ്റൊരു പ്രദേശത്ത് തുറന്നുവിടുക എന്നതാണ്. അതിലേക്കാണ് കോടതി എത്തിയത്. ഇത് സംബന്ധിച്ചൊരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനിടയിൽ എന്തെങ്കിലും വിഷയമുണ്ടാകുകയാണെങ്കിൽ മാത്രമേ അടിയന്തര ഒരു ഇടപെടൽ ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം വിദഗ്ധ സമിതിയുടെ ജാഗ്രത തുടരുക എന്ന രീതിയിലേക്കാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇതിൽ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളും അടക്കം കക്ഷി ചേർന്നിരുന്നു. അവരെല്ലാവരും ചൂണ്ടിക്കാണിച്ചത് ഇക്കാര്യത്തിൽ ഉള്ള ഒരു അടിയന്തര ഇടപെടൽ തന്നെ വേണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെട്ടത്. ഒരു നിമിഷം തുടരാം. എന്നോടൊപ്പം പ്രിൻസ് ജെയിംസ് കൂടി ചേരുന്നുണ്ട്. പ്രിൻസ്, അവിടെ ഈ അരിക്കൊമ്പനെ കൊണ്ട് ശല്യം നേരിടുന്ന ജനങ്ങൾ ഒരു പക്ഷേ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു നീക്കമായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാകും. വനം വകുപ്പൊക്കെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് നാം കരുതേണ്ടത്? മനു, തീർച്ചയായും വളരെ നിരാശകരമായ ഒരു തീരുമാനം എന്ന് തന്നെയാണ് ജനങ്ങൾ വിലയിരുത്തൽ. കാരണം ഇത് അടിയന്തരമായി ഇടപെടലുള്ള കാലങ്ങളായി, അതായത് വർഷങ്ങളോളമായി ഈ അരിക്കൊമ്പന്റെയും മറ്റ് ആനകളുടെയും പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ആരംഭിച്ചിട്ട് വളരെയധികം ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. 40-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. കടകൾക്ക് നേരെയൊക്കെ സ്ഥിരമായി ആക്രമണം നടത്തുന്ന ഒരു ആനയാണ് അരിക്കൊമ്പൻ. അതായത് എല്ലാ ദിവസവും തന്നെ
വനമേഖല വിട്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു ഒറ്റയാനാണ് അരിക്കൊമ്പൻ. അതുകൊണ്ട് തന്നെ വലിയ ആളുകൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതോടെ വലിയ പ്രശ്നം, ഈ പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരം ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. എന്തായാലും കോടതി വിധി വലിയ നിരാശയാണ്. കോടതി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ആന കൊണ്ട് ഈ പ്രശ്നം തീരുമോ? ഈ ആന പോയാൽ മറ്റൊരാന വരും, അങ്ങനെ തുടർച്ചയായി ആനകളെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമോ? നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരമായി മറ്റ് എന്തായിരിക്കും, എന്തെങ്കിലും ഉണ്ടോ വനം വകുപ്പിന്റെ കയ്യിൽ ഇതല്ലാതെ ഒരു മാർഗം? മനു, തീർച്ചയായും ഈ കോടതിയുടെ പരാമർശം കൃത്യമാണ്. ഈ ഒരു വിഷയം കൊണ്ട് അരിക്കൊമ്പനെ മാറ്റിയതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല. വനം വകുപ്പ് ഇവിടെ ഒരു ആന പാർക്ക് എന്നുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. അതായത് നിലവിൽ ആദിവാസി കുടുംബങ്ങൾക്ക് നൽകിയ 301 കോളനി അടക്കമുള്ള ഭൂമി തിരികെ പിരിച്ചുകൊണ്ട് ആനയിറങ്ങൽ ജലാശയത്തിൽ ചേർന്ന് ഹെക്ടർ കണക്കിന് ഭൂമി ഉൾപ്പെടുത്തി ഒരു ആന പാർക്ക് സ്ഥാപിച്ച് എത്തുന്ന ഒരു കാര്യം മുൻപ് വനം വകുപ്പ് മുൻപോട്ട് വെച്ചിരുന്നു. ആ ഒരു പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ മേഖലയിലെ കാട്ടാക്രമണത്തിൽ വലിയ പരിഹാരം കണ്ടെത്താനാവും. പക്ഷേ അതൊരു കാലതാമസം നേരിടുന്ന പ്രക്രിയയാണ്. അതുവരെ ഈ മേഖലയിലുള്ള ഈ കുടുംബങ്ങൾ ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കണം എന്നത് തന്നെ വലിയ വെല്ലുവിളി ചേർത്തും. കാരണം എല്ലാ ദിവസവും തന്നെ ഈ കാട്ടാനകളും വരും. കാരണം ഈ ഒരു വിഷയത്തിന് ഒരു പരിഹാരം കാണുന്നതിന് എന്തായാലും വർഷങ്ങളോളം സമയമെടുക്കും. ആ ഒരു കാലയളവ് മുഴുവൻ ഈ ജനത ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം എന്നത് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും അപകടകാരി, നിലവിൽ അപകടകാരിയായി നിൽക്കുന്ന ആനയെ പിടികൂടുക എന്ന് തന്നെയാണ് ആളുകൾ മുൻപോട്ട് വെക്കുന്ന ഒരു ആവശ്യം. മനു, ഞാൻ പ്രിൻസിലേക്ക് മടങ്ങി വരാം. ഈ ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളെ കോടതി ഇന്ന് കക്ഷി ചേർച്ചു. എന്നാൽ ആനയെ പിടികൂടാതെ മറ്റൊരു നടപടിയും സാധ്യമല്ല എന്നാണ് വനംവകുപ്പിൻ്റെ ഒരു നിലപാട്. ആനയെ പിടികൂടാതെ ഈ കോളർ വയ്ക്കാനും കഴിയില്ല. ഇത് സംബന്ധിച്ച് വനം മന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക്. റേഡിയോ കോളർ എങ്ങനെയാണ് ആനയുടെ മേലെ പിടിപ്പിക്കുക? എങ്ങനെയാണ് പിടിപ്പിക്കുക? ആകാശത്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ആനയെ പിടിച്ചതിന് ശേഷമേ റേഡിയോ കോളർ പിടിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആനയെ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം റേഡിയോ കോളർ പിടിപ്പിക്കാനും സമ്മതിക്കില്ല എന്നാണ്. അതാണ് വനം മന്ത്രിയുടെ പ്രതികരണം. ഇപ്പോൾ ഡോക്ടർ ഈശ്വരൻ, ഫോറസ്റ്റ് വെറ്റിനറി സർജൻ, നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ ഈശ്വരൻ, PT7 കൈകാര്യം ചെയ്തത് നല്ല രീതിയിലായിരുന്നില്ല എന്ന ഒരു വിമർശനമാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. സമാനമായ രീതിയിൽ അരിക്കൊമ്പനെ കൈകാര്യം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് കോടതി പറയുകയും ചെയ്യുന്നു. നമുക്ക് മുന്നിൽ എന്താണ് ഒരു പോംവഴിയുള്ളത് ഇനി? ആനയെ ക്യാമ്പിൽ കൊണ്ടുവന്ന് നാട്ടാനയാക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അത്തരം ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടാവുക. കാരണം കോൺഫ്ലിക്റ്റുള്ള എല്ലാ മൃഗങ്ങളെയും നമ്മൾ നാട്ടിൽ പിടിച്ചു കൊണ്ടുവന്ന് തടങ്കല്ലാക്കുക എന്ന് പറയുന്നത് മൃഗസ്നേഹം അല്ലെങ്കിൽ ആനിമൽ വെൽഫെയർ ആംഗിളിൽ ശരിയല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിന്റെ ഭാഗമാണത്. പക്ഷേ നമുക്ക് സാധ്യമായിട്ടുള്ളതൊന്നും ഈ പറഞ്ഞതുപോലെ കോളർ ചെയ്ത് തന്നെ മോണിറ്റർ ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ മാർഗം. കോളർ വെക്കാനും ഈ വനമന്ത്രി ചോദിക്കുന്നത് ഒരു പ്രധാന കാര്യമല്ലേ? കോളർ നമുക്ക് എങ്ങനെ വെക്കാം? ആനയെ പിടികൂടിയതിനു ശേഷം മാത്രമല്ലേ നമുക്ക് ഈ മൈക്ക് അത്രേ ഉള്ളൂ. നമുക്ക് മൈക്കിന് ശേഷം മാത്രമേ കോളർ ചെയ്യാനൊക്കുള്ളൂ. കാരണം അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, കാരണം മൂന്നാർ പോലുള്ള പ്രദേശത്ത് നമുക്ക് ഡ്രൈവ് ചെയ്ത് മറ്റൊരു ദൂര സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അപ്പൊ ഏത് തരത്തിലാണെങ്കിലും അതിനെ അവിടെ മോണിറ്റർ ചെയ്യണമെങ്കിലും ദൂര സ്ഥലത്തേക്ക് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ തന്നെ മൈക്ക് പിടിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. അല്ല, പക്ഷേ ഈ റേഡിയോ കോളർ വെച്ചത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആനയെ നിയന്ത്രിക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ റേഡിയോ കോളർ വെച്ച് ആന വീണ്ടും കഴിയില്ല. പക്ഷെ ആന വരുന്നത് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും. അതനുസരിച്ചിട്ട് ഏർലി മോർണിംഗ് ആൾക്കാർക്ക് മുൻകൂട്ടി ഒരു ഇൻഫർമേഷൻ നൽകാൻ കഴിയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എങ്ങനെ എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ് ആ വിഷയം? അത് എളുപ്പമാണെന്നാണോ കരുതേണ്ടത്? എങ്ങനെയാണ് ഡോക്ടർ ഈശ്വരൻ അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടത് നമ്മൾ? അല്ല, റേഡിയോ കോളർ വെക്കുന്നത് തീർച്ചയായിട്ടും മയക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു റിസ്ക് ഉണ്ട്. പക്ഷെ തുടർന്നുള്ള മോണിറ്ററിങ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു ഏർപ്പാടല്ല. കാരണം പുതിയ തരം കോളർ നമുക്ക് ദൂരെ നിന്ന് തന്നെ മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന സാറ്റലൈറ്റ് കണക്ടിവിറ്റി ഉള്ള കോളറൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ദൂരെ ഇരുന്ന് തന്നെ മോണിറ്റർ ചെയ്യാൻ കഴിയും. പക്ഷെ അതൊരു ചെറിയ പ്രദേശമായതുകൊണ്ട് അവിടെ തന്നെ ആന്റിനകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു മോണിറ്ററിങ്ങും സാധ്യമാണ്. ആ ചെയ്യുന്ന പ്രോസസ്സ് മൈക്ക് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ചെറിയ റിസ്ക് ഉണ്ട് അതിനകത്ത്. അതിനപ്പുറം വലിയ കോംപ്ലിക്കേഷൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു ഓപ്പറേഷൻ അല്ല. അത് ശരി. ഏതായാലും വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ എന്നോടൊപ്പം ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിനി ചേരുന്നു. ശ്രീമതി സിനി, കോടതി
ഒരു വ്യത്യസ്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ഒരുപക്ഷെ അവിടെയുള്ള ആളുകൾക്ക് ആഗ്രഹിച്ച തരത്തിൽ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇനി നാട്ടുകാർ ഇത് സംബന്ധിച്ച് പറയുന്നത്? എന്താണ് അവർക്ക് മുന്നിൽ അവരൊരു പോംവഴിയായി മുന്നോട്ട് വയ്ക്കുന്നത്? നാട്ടുകാർക്ക് ശരിക്കും ഇതില് പ്രതിഷേധമുണ്ട്. എന്തോന്ന് വെച്ചാൽ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പം ശരിക്കും നിരാശാജനകമാണ്. ഇവിടെയുള്ള ആളുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ അരിക്കൊമ്പനെ പിടിച്ചു മാറ്റുന്നതിന് ഇങ്ങനെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ഇത് ജനങ്ങൾ ഇപ്പൊ തന്നെ വലിയ പ്രക്ഷോഭമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് കോടതി ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പം നമ്മളൊരു ആനയെ പിടിച്ചു, അതിനെ കൊണ്ടുപോയി നാട്ടാനയാക്കി മാറ്റി, അടുത്ത ദിവസം മറ്റൊരു ആന വരുന്നു, അങ്ങനെ തുടർച്ചയായ ആനകളെ മുഴുവൻ നമുക്കിങ്ങനെ മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതല്ലാതെ മറ്റെന്തെങ്കിലും വഴികൾക്കുണ്ടോ? വിദഗ്ധ സമിതിയൊക്കെ വെച്ച് ഇതിന് ആനകളെ എവിടെയെങ്കിലും ഒരു പ്രത്യേക ലൊക്കേഷനിലേക്ക് മാറ്റുന്നതോ അല്ലെങ്കിൽ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് അയച്ച് അവരുടെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്യുന്നതോ അങ്ങനെയൊക്കെ ചെയ്താൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് സിനി കരുതുന്നുണ്ടോ? ഇവിടെ വനമേഖല ഇല്ല. പിന്നെ എങ്ങോട്ട്? ഇവിടെ മുഴുവൻ ഈ ചിന്നക്കനാൽ പഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളും ജനവാസ മേഖലയാണ്. ഇവിടെ വനഭൂമി ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവര് റേഡിയോ കോളറൊക്കെ പിടിപ്പിച്ച് എങ്ങോട്ടാണ് ഇതിനെ മാറ്റുന്നതെന്ന് മനസ്സിലാവാത്തൊരു കാര്യമാണ്. എനിക്ക് ഇവിടെ ഒരു തുണ്ട് ഭൂമി പോലും ഫോറസ്റ്റിന്റെ ഭൂമി ഇല്ല. ഈ ഭൂമി ഇല്ലാത്ത സ്ഥലത്തേക്ക് എങ്ങനെയാണോ ആനയെ മാറ്റുന്നത്? എവിടെയാണ് നിരീക്ഷിക്കാൻ പറ്റുന്നത്? എല്ലാവരുടെയും സ്ഥലങ്ങളിലാണ് ആൾക്കാർ കൃഷി ചെയ്യുന്ന ജനവാസ മേഖലയാണ് ഈ ആന ഇപ്പോഴും നിൽക്കുന്നത്. അപ്പൊ അത് എങ്ങോട്ട് എത്രത്തോളം അത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നുവെച്ചാൽ അതൊരു പ്രായോഗിക വരത്തില്ല. ഏതായാലും ഈ പിടികൂടി മാറ്റിപ്പാർപ്പിക്കുന്ന വിഷയം വിദഗ്ധ സമിതി റിപ്പോർട്ട് വന്നതിന് ശേഷം പരിഗണിക്കാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് നമുക്കൊപ്പം ചേരുന്നു. ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഈ പറയുന്ന ഒരു മരണഭയത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ, അത് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരുടെ ഇൻസെക്യൂരിറ്റി, അത് അവരുടെ ബിഹേവിയറൽ പാറ്റേണിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കണമെന്നുള്ള കാര്യവും നമ്മൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കോടതി ആ കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ വിശദമായി പരിഗണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായി ഒരു കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ആ കേസിൽ ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച അഭിഭാഷകൻ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അഭിഭാഷകൻ എന്ന നിലയിലുള്ള എന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് എനിക്ക് പറയാവുന്ന അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉൾപ്പെടെയുള്ള കോളനികളിലുള്ള ജനവാസ മേഖല ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർദ്ദേശം കോടതി പറഞ്ഞിരുന്നു. അല്ല, കോടതി നിന്നിരുന്നത് ഈ മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം 301 കോളനി പോലുള്ള സ്ഥലങ്ങളിൽ ആളുകളെ കുടിയിരുത്തിയതാണ് എന്ന ധാരണയിലാണ്. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾക്ക് ഇടപെടാൻ പറ്റുന്നതും. അത് ഈ 301 കോളനി മാത്രമല്ല, അതിന്റെ ചുറ്റുവട്ടമുള്ള 200-ലേറെ വർഷമായി അവിടെ ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഉറപ്പായിട്ട് അല്ല ആ കാര്യം ആദ്യഘട്ടത്തിൽ ഞാൻ പറയുകയും പിന്നീട് കോടതി ഏറ്റവും അവസാനം കൺക്ലൂഡിംഗ് ആയി സംസാരിക്കുമ്പോഴും കോടതി പറയുന്നുണ്ട് അവർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. 200 വർഷത്തിലേറെയായി ജീവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിക്കുന്ന വിഷയവുമുണ്ട്. അതുകൊണ്ട് 301 കോളനി മാത്രമല്ല ഈ വിഷയത്തിനകത്ത് ഇൻവോൾവ് എന്ന ഒരു കൃത്യമായ ധാരണയിലേക്ക് കോടതി എത്തിയിട്ടുണ്ട്. അത് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. 4 മണി വാർത്തകളിൽ ഇനി ഒരു ഇടവേള. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com കാണാം. വാർത്തകൾ തുടരുന്നു. കർണാടകയിൽ ജനവിധി മെയ് 10-ന്. കർണാടക പോളിംഗ് ബൂത്തിലേക്ക് മെയ് 10-ന് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. മെയ് 13-നാണ് വോട്ടെണ്ണൽ. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയിൽ ബി.ജെ.പിയും കോൺഗ്രസും കൊമ്പ് കോർക്കുന്നതിനിടെയാണ് ഇരു പാർട്ടികളും നേരിട്ട് ഏറ്റുമുട്ടുന്ന കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം. 224 നിയമസഭയിലേക്ക് ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 5.21 കോടി വോട്ടർമാർ സംസ്ഥാനം ആര് ഭരിക്കുമെന്ന് വിധിയെഴുതും. മെയ് മാസം 10-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. The Gazette notification would be issued on 13th of April. Last date of making nominations would be 20th of April. Date of scrutiny would be 21st April 2023. After that, the withdrawal of the candidature can be up to 24th of April. The polling will take place on 10th of 5 in single phase, and day of counting would be 13th of May. So this is the schedule for the Karnataka elections. ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പി ഭരിക്കുന്ന ഏക സംസ്ഥാനമായ കർണാടക ജനവിധി ബി.ജെ.പിക്കും കോൺഗ്രസിനും ഒരുപോലെ നിർണായകം. ജാതി സമവാക്യങ്ങൾ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ
സമുദായങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിലാണ് പാർട്ടികൾ. ഏറ്റവും ഒടുവിൽ മുസ്ലിം സമുദായത്തിനുള്ള OBC സംവരണം റദ്ദാക്കി ലിംഗായത്തുകൾക്കും വൊക്കലിഗകൾക്കും വീതിച്ചു നൽകിയതും പട്ടികജാതി സംവരണ ക്രമത്തിൽ മാറ്റം വരുത്തിയതും ജനവിധിയിൽ പ്രതിഫലിക്കും. BJPക്കും കോൺഗ്രസിനും പുറമെ മൈസൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ JDS കൂടി ശക്തമായ സാന്നിധ്യമാകുമ്പോൾ മത്സരം തീപാറുമെന്നുറപ്പ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാഹുൽ ഗാന്ധിയുടെ സഭാംഗത്വം റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നും സ്തംഭിച്ചു. സഭാ നടപടികൾ ആരംഭിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഇരു സഭകളും തടസ്സപ്പെട്ടു. പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ലോക്സഭയിൽ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതാ വിഷയത്തിൽ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ കോൺഗ്രസ് അവിശ്വാസ നോട്ടീസ് നൽകിയേക്കും. സ്പീക്കർ പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നോട്ടീസ് നൽകുന്നത്. ഇതിനായി കോൺഗ്രസ് പ്രതിപക്ഷ നേതാക്കളുടെ പിന്തുണ തേടി പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ യോഗം ചേർന്നു. അദാനി വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി ആവശ്യപ്പെട്ട് തൃണമൂൽ MP-മാർ പാർലമെന്റിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിലെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ചു. ലക്ഷദ്വീപ് MP-യായ മുഹമ്മദ് ഫൈസലിന് എതിരായ വധശ്രമ കേസിൽ ശക്തമായ നിരീക്ഷണങ്ങളോടെ സുപ്രീം കോടതി. ഫൈസലിനെതിരായ കുറ്റം ഗുരുതരമാണെന്നും യഥാസമയം ചികിത്സ ലഭിച്ചതിനാലാണ് മരണം ഒഴിവായതെന്ന് ഡോക്ടർമാരുടെ മൊഴിയുണ്ടെന്നും ജസ്റ്റിസ് KM ജോസഫ് നിരീക്ഷിച്ചു. അപൂർവമായ സാഹചര്യങ്ങളിലെ ഉത്തരവ് സ്റ്റേ ചെയ്യാവൂ എന്നും കോടതി പറഞ്ഞു. മുഹമ്മദ് ഫൈസലിന്റെ ശിക്ഷ സ്റ്റേ ചെയ്തതിനെതിരെ ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ഹർജി പരിഗണിക്കവെയാണ് കോടതി പരാമർശങ്ങൾ നടത്തിയത്. മുഹമ്മദ് ഫൈസലിനെതിരായ കേസിലെ സ്റ്റേ വിശദമായി പരിശോധിക്കുമെന്ന് പറഞ്ഞ സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത് ഏപ്രിൽ 24 മാറ്റി. അതേസമയം മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിയ നടപടി ലോക്സഭാ സെക്രട്ടേറിയറ്റ് പിൻവലിച്ചു. ഫൈസൽ നൽകിയ ഹർജി എന്ന് സുപ്രീം കോടതി പരിഗണിക്കാൻ ഇരിക്കെയായിരുന്നു ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ അടിയന്തര തീരുമാനം. അയോഗ്യത പിൻവലിക്കാത്തതിനാൽ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി നൽകിയത്. ഫൈസൽ കുറ്റക്കാരനാണെന്ന വിധി ജനുവരി 25-നാണ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ഖാലിസ്ഥാൻവാദിയായ അമൃത്പാൽ സിംഗ് ഇന്ന് ബറ്റിൻഡയിലോ അമൃത്സറിലോ കീഴടങ്ങിയേക്കുമെന്നാണ് സൂചന. ഇന്നലെ രാത്രി അമൃത്സറിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് സുരക്ഷ ശക്തമാക്കിയതോടെ സഞ്ചരിച്ചിരുന്ന ഇനോവ കാർ ഉപേക്ഷിച്ച് അമൃത്പാലും സഹായികളും രക്ഷപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ അമൃത്സറിലും സുവർണക്ഷേത്രത്തിന് സമീപവും ബറ്റിൻഡയിലും സുരക്ഷ ശക്തമാക്കി. സംഘർഷങ്ങൾ ഉടലെടുത്തേക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് നടപടി. മാർച്ച് 18-നാണ് വൻ പോലീസ് വലയത്തിൽ നിന്ന് അമൃത്പാൽ രക്ഷപ്പെട്ടത്. തുടർന്ന് ഉത്തരേന്ത്യയിലടക്കം വ്യാപകമായ തിരച്ചിലാണ് അമൃത്പാലിനായി പഞ്ചാബ് പോലീസും കേന്ദ്രസേനകളും. ലൈഫ് മിഷൻ കോഴക്കേസിൽ M ശിവശങ്കറിന് കോടതിയുടെ വിമർശനം. നേരത്തെ ആരോഗ്യകാര്യങ്ങൾ പറഞ്ഞാണ് ജാമ്യമെടുത്തത്. അതിനുശേഷം സർവീസിൽ കയറി വിരമിക്കുന്നതുവരെ ജോലി ചെയ്തു. കൈക്കൂലി പണത്തിന്റെ വിഹിതം വിദേശ രാജ്യത്തേക്ക് കടത്തി എന്ന ED ആരോപണം ഗൗരവമുള്ളതാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. അർബുദ രോഗിയാണെന്നും ചികിത്സ തുടരുകയാണെന്നും അഭിഭാഷകൻ വാദിച്ചു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത ശിവശങ്കറിന് വേണ്ടി ഹാജരായി. ജാമ്യഹർജി ഏപ്രിൽ 5-ന് പരിഗണിക്കാൻ മാറ്റി. വിചാരണ കോടതിയിൽ നിന്ന് രേഖകൾ വിളിച്ചുവരുത്താൻ കോടതി നിർദ്ദേശം നൽകി. വിവാദ പ്രസംഗത്തിൽ വിശദീകരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ആരെയും അപകീർത്തിപ്പെടുത്താനായി പറഞ്ഞതല്ലെന്നും അഴിമതിക്കാരെയാണ് താൻ ഉദ്ദേശിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം സുരേന്ദ്രനെതിരെ കണ്ടോൺമെന്റ് പോലീസ് എടുത്ത കേസ് തൃശൂരിലേക്ക് മാറ്റി. ഞാൻ സത്യത്തിൽ ഒരു വിവാദത്തിനും ഉദ്ദേശിച്ച് നടത്തിയ ഒരു പരാമർശമല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ഒരു പരാമർശമല്ല. ഞാൻ നടത്തിയ പരാമർശം സാമാന്യമായി കേരളത്തിലെ എല്ലാവരും ഒരു പൂതന എന്നുള്ള ഒരു പരാമർശം, അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഞാൻ നടത്തിയതല്ല. അതൊരു ആസുരിക ശക്തിയുടെ പ്രതീകമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പരാമർശമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് ഞാൻ പൂതന എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് എനിക്കെതിരെ ഒരു കേസ് കൊടുക്കാം. ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് അഴിമതി.
ഞാൻ പറയട്ടെ, എന്നെ വിശദീകരിക്കാൻ സമ്മതിക്കൂ. അഴിമതിക്കാർ തടിച്ചു കൊഴുക്കുന്നു എന്നുള്ളത് കേരളത്തിൽ ആദ്യമായിട്ടാണോ ഒരാൾ പരാമർശം നടത്തുന്നത്? സംസ്ഥാനത്തെ സ്കൂളുകളിലെ 1-ാം ക്ലാസ് പ്രവേശന പ്രായം 5 വയസ്സിൽ തന്നെയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സമൂഹത്തെ വിശ്വാസത്തിലെടുത്തും ബോധ്യപ്പെടുത്തിയും മാത്രമേ പ്രവേശന പ്രായം വർദ്ധിപ്പിക്കാൻ കഴിയൂ. തുടർന്നു വരുന്ന രീതി അട്ടിമറിക്കാൻ സാധിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. LKG, UKG, 1-ാം ക്ലാസ് എന്നുള്ളതിന് തുറന്നു വന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് പെട്ടെന്ന് അട്ടിമറിക്കപ്പെടാൻ വേണ്ടി പ്രയാസമാണ്. അത് മാത്രമല്ല, പിന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ പല കാര്യങ്ങളും നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. അത് കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കഴിയുള്ളൂ. യാന്ത്രികമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് കഴിയില്ല. വിദ്യാഭ്യാസ നിലവാരം ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും വിദ്യാഭ്യാസ നിലവാരമനുസരിച്ചും മാത്രമേ നമുക്ക് പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കഴിയുള്ളൂ. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ അവസാനിച്ചു. 4 ലക്ഷത്തിൽ അധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. മലയാളം 2-ാം പാർട്ടായിരുന്നു അവസാന ദിവസത്തെ പരീക്ഷ. ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ അവസാനിക്കും. ഒന്നാം ഭാഷ ഭാഗം 2 പരീക്ഷയോടുകൂടി സംസ്ഥാനത്തെ SSLC എക്സാം ഇന്ന് പൂർണ്ണമായിരിക്കുകയാണ്. അതിന്റെ എല്ലാ ആശ്വാസവും സന്തോഷവും നമുക്ക് ഈ പിന്നിൽ കാണുന്ന ഈ ഒരു ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. SSLC പരീക്ഷ അവസാനിച്ചതിന്റെ വലിയൊരു സന്തോഷമാണ് എല്ലാ കുട്ടികളുടെ മുഖത്തുള്ളത്. മഷിയും നിറങ്ങളും വാരിവിതറിയും പരസ്പരം യാത്ര പറഞ്ഞും വിദ്യാർത്ഥികൾ സ്കൂളുകളോട് യാത്ര പറഞ്ഞു. പരീക്ഷയെക്കുറിച്ച് പരാതികളില്ല. കണക്കും ഫിസിക്സും ഒന്ന് കുഴപ്പിച്ചെങ്കിലും മറ്റു പരീക്ഷകൾ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഏതെങ്കിലും എക്സാം പാടാകായിരുന്നോ? ഇനി എന്താ പരിപാടി? ഇനി കുറെ കരച്ചിലും വിരിച്ചിലും ഇനി അടുത്ത സ്റ്റേജിലോട്ടുള്ള പ്ലാനിങ് മറ്റു പരീക്ഷകളൊക്കെ പാടുണ്ടായിരുന്നു? ഏതെങ്കിലും എക്സാം? ഫിസിക്സ് ഇച്ചിരി പാടായിരുന്നു, മാത്സും ഇച്ചിരി പാടായിരുന്നു, ബാക്കിയൊക്കെ ഈസി ആയിരുന്നു. ഹിന്ദി പാടായിരുന്നു, പിന്നെ ഫിസിക്സ്. 70 ക്യാമ്പുകളിലായി ഏപ്രിൽ 3 മുതൽ 26 വരെയാണ് മൂല്യനിർണ്ണയം നടക്കുക. സമാന്തരമായി ടാബുലേഷൻ ജോലികൾ ഏപ്രിൽ 5-ന് പരീക്ഷാഭവനിൽ ആരംഭിക്കും. 18,000-ഓളം അധ്യാപകരായിരിക്കും മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുക. നാളെ അവസാനിക്കുന്ന ഹയർ സെക്കൻഡറി VHSE പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3-ന് ആരംഭിക്കും. ആദ്യ പരീക്ഷാ കടമ്പ കഴിഞ്ഞ് ആശ്വാസത്തോടു കൂടിയാണ് വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടിറങ്ങുന്നത്. ഇനി പരീക്ഷാ ഫലത്തിനുള്ള കാത്തിരിപ്പാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ സി വിനോദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18. കൊല്ലം SN കോളേജിലെ വിവാദ സദാചാര സർക്കുലർ പുറത്തിറക്കിയത് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണെന്ന് പ്രിൻസിപ്പൽ. ഏത് അധ്യാപകനാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷിക്കും. വിനോദയാത്രയുടെ മറവിൽ സദാചാര സർക്കുലർ പുറത്തിറക്കിയ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് SFI സമരം ആരംഭിച്ചു. വിനോദയാത്രാ വാഹനത്തിൽ പെൺകുട്ടികൾക്കായി മുൻവശത്ത് സീറ്റ് സംവരണം. ഒരു കാരണവശാലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കരുത്. പെൺകുട്ടികൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കരുത്. നിശ്ചിത സമയം കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ മുറികൾ പുറത്തുനിന്ന് പൂട്ടും തുടങ്ങി 11 നിർദ്ദേശങ്ങളാണ് വിവാദ സർക്കുലറിൽ ഉള്ളത്. ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ട്. എന്നാൽ ഇതൊന്നും തൻ്റെ അറിവോടെയല്ലെന്ന നിലപാടിലാണ് പ്രിൻസിപ്പാൾ. ഇപ്പോൾ എൻ്റെ സർക്കുലർ ഞാൻ ഇറക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ലെറ്റർ പാഡിലായിരിക്കും. അതിനകത്ത് എൻ്റെ സൈൻ കാണും, എൻ്റെ സീല് കാണും. അപ്പം ഇങ്ങനെയൊന്നും കാണാത്ത ഒരു പേപ്പറാണ് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ സർക്കുലർ പ്രചരിച്ചതിന് പിന്നാലെ കോളേജ് കവാടത്തിൽ ബാനർ ഉയർത്തിയ SFI ഇന്നു മുതൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങി. സർക്കുലറിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കെതിരെ നടപടി വേണമെന്നാണ് SFIയുടെ ആവശ്യം. അപ്പോൾ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ SFIക്കാർ ഏതറ്റം വരെ പോകുമെന്നും മാനേജ്മെൻറ്റിന് ഒരു പരാതി നൽകുമെന്നും അറിയിക്കുന്നതാണ്. നാക് സംഘം വരും ദിവസങ്ങളിൽ കോളേജ് സന്ദർശിക്കാനിരിക്കെയാണ് സദാചാര സർക്കുലർ വിവാദം. ന്യൂസ് 18 കൊല്ലം. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കെ ബാബുവിനെ തെരഞ്ഞെടുത്തതിനെതിരെ CPM സ്ഥാനാർത്ഥി എം സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കും എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഡാനി പോളാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കെ ബാബു സ്ലിപ്പുകളിൽ
അയ്യപ്പനൊരു വോട്ട് എന്ന തരത്തിൽ സ്ലിപ്പുകൾ അടിക്കുകയും അതിൽ കെ ബാബുവിൻ്റെ പേരും ഒപ്പം തന്നെ ചിഹ്നവും ഉണ്ടായിരുന്നു എന്ന ആരോപണമാണ് ഉയർന്നിരുന്നത്. ചുവരെഴുത്തുകളിലും ഇത് പ്രകടമായിരുന്നു എന്നും ആരോപണം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് എം സ്വരാജ് കോടതിയെ സമീപിച്ചത്. എന്നോടൊപ്പം ഡാനി പോൾ ചേരുന്നു. ഡാനി, കോടതി എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേസ് നിലനിൽക്കും എന്ന പ്രഥമദൃഷ്ട്യാ നിലനിൽക്കും എന്ന് വ്യക്തമാക്കുന്നത്? മനു, കോടതി ഇപ്പോൾ ഇത് ഹർജി നിലനിൽക്കുമെന്ന ഒരു കാര്യമാണ് ഇത് സംബന്ധിച്ച് പുറത്തേക്ക് വിശദമായിട്ട് വരുന്നത്. കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്ത് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന CPM നേതാവ് എം സ്വരാജിന്റെ ഹർജിയിലായിരുന്നു ഇപ്പോൾ അത് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു കെ ബാബു കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ ഹർജി നിലനിൽക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ കാരണങ്ങളായിട്ട് അടയാളപ്പെടുന്നത് സ്വാമി അയ്യപ്പന്റെ പേര് പറഞ്ഞ കെ ബാബു വോട്ട് തേടിയത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടാണെന്ന് ആരോപിച്ചായിരുന്നു സ്വരാജിന്റെ ഹർജി. കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു ഹർജിയുടെ ആവശ്യം പറഞ്ഞിരുന്നത്. ഇതിനെതിരെയാണ് കെ ബാബു കോടതിയെ സമീപിക്കുകയും കാരണം ഇതൊരു തനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഇതിൽ മറ്റൊരു മതവികാരം ഉയർത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന് തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങളായിരുന്നു കെ ബാബു ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ഹർജി നിലനിൽക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത പക്ഷം മറ്റൊരു രീതിയിലേക്ക് ഇത് പോവുകയായിരുന്നെങ്കിൽ അത് ഈ കേസിന്റെ തുടക്കത്തിലെ തന്നെ കെ ബാബു അതിന്റെ ഈ കേസ് കൊടുക്കാൻ ഇടയാക്കിയ സാഹചര്യം തന്നെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കെ ബാബു കോടതിയിലേക്ക് എത്തിയത്. അതിലൊരു അനുകൂല വിധി എന്ന രീതിയിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകും കേസിന് മുന്നോട്ട് പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ ആദ്യമുള്ള പ്രാഥമിക വിധി സ്വാധീനിക്കുമായിരുന്നു. പക്ഷേ അതിൽ അദ്ദേഹത്തിന് തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. കേസ് നിലനിൽക്കില്ലെന്ന കെ ബാബുവിന്റെ ഹർജി തള്ളിയിരിക്കുന്നു. ഈ കേസ് തുടരാം. ഇതൊരു പ്രാഥമികമായ ഒരു ഹർജി മാത്രമാണ്. കാരണം ഇത് സംബന്ധിച്ച് പിന്നീട് സ്വരാജിന്റെ അടക്കമുള്ള ഇത് സംബന്ധിച്ച ഹർജികൾ ഇനി പരിഗണിക്കാനിരിക്കുന്നതേയുള്ളൂ. അതിന് മുന്നോടിയായാണ് ഈ ഹർജി പരിഗണിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ ബാബു മുന്നോട്ട് വന്നത്. ഇപ്പോൾ അത് കോടതി തള്ളിയിരിക്കുന്നു. മനു, ഡാനി, ഇത് ഒരു തുടക്കമെന്ന നിലയിൽ കെ ബാബുവിന് പ്രാഥമികമായ ഒരു തിരിച്ചടി തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് മനു. കാരണം ഈ കേസിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരമൊരു ഈ ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ കെ ബാബുവിന് ഇതിലൊരു മേധാവിത്വം നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. കാരണം ഇതിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഇത് നിലനിൽക്കില്ല എന്നത് ഈ ഹർജി നിലനിൽക്കില്ല എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ തന്നെ അത് ആദ്യമേ തന്നെ അംഗീകരിക്കപ്പെട്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി കാണിക്കാനെല്ലാം തന്നെ കഴിയുമായിരുന്നു. പക്ഷേ കേസ് തുടരുമെന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് തുടക്കത്തിലെ നിയമവിദഗ്ധരും അത്തരം സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഈ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ ഒരു ഗൗരവ കാരണങ്ങളെല്ലാം തന്നെ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ അതിനെതിരെ അത് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് എത്തുമ്പോൾ അത് തിരിച്ചടിയാനുള്ളൊരു സാധ്യത പറഞ്ഞിരുന്നു. പക്ഷേ അത് അനുകൂലമാകുകയാണെങ്കിൽ അതൊരു വലിയൊരു അഡ്വാൻറ്റേജിലേക്ക് കെ ബാബുവിന് പോകാൻ കഴിയുമായിരുന്നു. അദ്ദേഹം അതിന്റെ ഒരു സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടിയിരുന്നത്. പക്ഷെ കോടതി അത് തള്ളിയിരിക്കുന്നു. കേസ് ഇത് പിന്നീട് തുടരുകയും 24 പരിഗണിക്കുകയും ചെയ്യും. അതായത് സ്വരാജ് സമർപ്പിച്ച ഹർജി ഈ കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം സ്വരാജ് സമർപ്പിച്ച ഹർജി മെയ് 24 പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ വലിയ തോതിൽ ചർച്ചയിൽ ഇടം പിടിക്കുകയാണ്. നമുക്കറിയാം, ദേവികുളത്തിൽ നിന്ന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി. അതിനെതിരെ അവർ സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നു എ രാജ. ഒപ്പം തന്നെ നമുക്ക് മാവേലിക്കരയുടെ ഒരു ഓർമ്മകളുണ്ട്. 92 എടക്കാട് നിന്നുള്ള ഭരതൻ്റെ കേസിൻ്റെ ഒരു ഓർമ്മകൾ ഉണ്ട്. 57 റോസമ്മ പുന്നൂസിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. ഏതായാലും ഡാനി, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഈ കേസ് പരിഗണിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് എന്താണ് UDF നേതാക്കൾ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ അവരുടേത് വന്നു തുടങ്ങുമെന്ന് കരുതാം. വളരെ പെട്ടെന്ന് തന്നെ അതിൽ ഉണ്ടാകുമെന്ന് കരുതാം. ഏതായാലും എന്തായിരിക്കാം അവരിപ്പോഴും ഉറപ്പിച്ച് പറയുന്നത് UDF നേതൃത്വം? മനു, ഈ കേസിലേക്ക് വരുമ്പോൾ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഈ തൃപ്പൂണിത്തുറ മണ്ഡലം എന്നത് എല്ലായ്പ്പോഴും ഏതാണ്ട് ഈ പരാജയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊരു മണ്ഡലമാണ്. കാരണം 65 മുതൽ രൂപീകൃതമാകുമ്പോൾ 2016 വരെ എത്തുമ്പോൾ ഇരു മുന്നണികളും UDF LDF
ബലാബലം പൊരുതി ജയിച്ച ഒരു മണ്ഡലം തന്നെയാണ്. UDF 8 തവണയും LDF 6 തവണയും ഇവിടെ ജയിച്ചിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വളരെ നിസാര വോട്ടുകൾക്കാണ്, ഏതാണ്ട് 1009 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കെ ബാബു ജയിക്കുന്നത്. കെ ബാബുവിന് 65,875 വോട്ടുകൾ ലഭിച്ചിരുന്നു. NDA സ്ഥാനാർത്ഥിയുടെ വോട്ടുകളിൽ നിന്ന് പ്രധാനമായ ഒരു ചോർച്ചയുണ്ടായി, നേരത്തേതിനേക്കാൾ അധികം ചോർച്ചയുണ്ടായിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന് പ്രധാന കാരണമായി പറഞ്ഞിരുന്നത് എം സ്വരാജ് ആ സമയത്ത് നടത്തിയ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ, ഇതെല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ട് UDF ക്യാമ്പുകൾ സജീവമായിരുന്നു. ആ സമയത്ത് ഇറങ്ങിയ സ്ലിപ്പിലായിരുന്നു അയ്യപ്പന്റെ പടം വയ്ക്കുകയും ആ രീതിയിലുള്ള ഒരു പ്രചാരണങ്ങൾ UDFന്റെ ഭാഗത്തു നിന്ന് നടക്കുകയും എല്ലാം ചെയ്തത്. ഇത് വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെയാണ് വോട്ട് കച്ചവടം എന്നൊരു കാര്യത്തില് വലിയ രീതിയിലുള്ള ഒരു NDA സ്ഥാനാർത്ഥി തന്നെ അത് അത്തരം തനിക്ക്. ഞാൻ ഒരു നിമിഷം ഡാനിയിലേക്ക് തിരിച്ചു വരാം. സ്വരാജിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അരുൺകുമാർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺകുമാർ, ഒരു പ്രാഥമിക വിജയം എന്ന് തന്നെ പറയാം. എന്തൊക്കെയാണ് പ്രധാനമായും കോടതി ഈ വിഷയങ്ങളിൽ നിരീക്ഷിച്ചത്? എന്ത് ചൂണ്ടിക്കാണിച്ചാണ് ഈ കേസ് നിലനിൽക്കും എന്ന് കോടതി വ്യക്തമാക്കിയത്? വോട്ടിങ്ങിന്റെ തലേദിവസം വീട് വീടാന്തരം കയറിയിറങ്ങി ശ്രീ ബാബുവിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലിപ്പ് വിതരണം ചെയ്തിരുന്നു. ആ സ്ലിപ്പിലെ പ്രധാനപ്പെട്ട വാചകം നിങ്ങളുടെ വോട്ട് അയ്യപ്പന്, കെ ബാബുവിനെ വിജയിപ്പിക്കുക എന്ന ഒരു എഴുത്താണ് അതിലുള്ളത്. അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ കൈപ്പത്തി ചിഹ്നമുണ്ട്. അതിലെ റൈറ്റിംഗ് എങ്ങനെയാണ്, നിങ്ങളുടെ വോട്ട് അയ്യപ്പന്, കെ ബാബുവിനെ വിജയിപ്പിക്കുക. ആ സ്ലിപ്പ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തെളിവെടുപ്പിലേക്ക് പോകണമെന്നാണ് കോടതി ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത്. പ്രാഥമികമായിട്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ള കെ ബാബുവിന്റെ ഒബ്ജക്ഷൻ, പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ കേസിലെ പ്രധാനപ്പെട്ട രേഖയായിട്ട് ഹാജരാക്കിയ ഈ സ്ലിപ്പിനെ തുടർന്നുള്ള സംഭവവികാസങ്ങൾ നിലനിൽക്കില്ലെന്നുള്ള വാദം തള്ളിക്കൊണ്ട് തെളിവെടുപ്പിലേക്ക് തന്നെ പോകണമെന്നാണ് കോടതി നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കേസ് നിലനിൽക്കുമെന്ന് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ്? 24-നാണോ അടുത്ത കേസ് പരിഗണിക്കുക? അതിലിപ്പോ 3 ആഴ്ച സമയമാണ് ബാബുവിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻ രേഖപ്പെടുത്താൻ ഉണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്നത്. ശ്രീ ബാബുവിന് 3 ആഴ്ചക്കുള്ളിൽ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാം. എന്തായാലും കോടതി 13-ാം തീയതി അടയ്ക്കും. ഏപ്രിൽ 13-ന്. മെയ് 24-നാണ് കോടതി തുറക്കുക. മെയ് 24-ന് തന്നെ കേസ് പരിഗണിക്കും. തുടർന്ന് ഇനി സാക്ഷി വിസ്താരം നടത്തും, മറ്റു ഡോക്യുമെന്റുകളെല്ലാം പരിശോധിക്കും, ഒരു വിചാരണ ഘട്ടത്തിലേക്ക് നീങ്ങും. ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാം എന്നാൽ ഈ ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്ന ഈ നിലപാടിനെതിരെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാമെന്നാണോ? അങ്ങനെയാണെങ്കിൽ അല്ല. ഈ കേസില് ഇലക്ഷൻ പെറ്റീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള ഒബ്ജക്ഷനാണ് അദ്ദേഹം ആദ്യം രേഖപ്പെടുത്തിയത്. പ്രിലിമിനറി ഒബ്ജക്ഷനാണ്. ആ പ്രിലിമിനറി ഒബ്ജക്ഷനിലാണ് ഇപ്പൊ വാദം കേട്ട് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും വിശദമായി അദ്ദേഹത്തിന്റെ ഒബ്ജക്ഷൻ രേഖപ്പെടുത്താം. പക്ഷേ കേസിന്റെ വിചാരണ ഘട്ടങ്ങൾ മുന്നോട്ട് പോകും. വിചാരണയിലേക്ക് പോകാൻ തന്നെ കോടതി ഇന്ന് തീരുമാനിച്ചു. അതിന്റെ തുടർ നടപടികൾ അപ്പോൾ 24 തൊട്ട് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ. ഹൈക്കോടതിയിലാണ് സാക്ഷി വിസ്താരം നടക്കുന്ന ഏക കേസ് ഇലക്ഷൻ കേസുകളാണ്. സാക്ഷിക്കൂടും സാക്ഷി വിസ്താരമൊക്കെ ഹൈക്കോടതിയിൽ നടക്കുന്ന ഇലക്ഷൻ കേസിൽ മാത്രമാണ്. അതുകൊണ്ട് അതിന്റെ വിചാരണ ഘട്ടത്തിലേക്ക് ഹൈക്കോടതി മെയ് മാസം 24 തൊട്ട് തുടങ്ങും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരു സംശയ നിവാരണം എന്ന നിലയിലാണ് ഈ താൽക്കാലിക വിധിക്കെതിരെ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിധിക്കെതിരെ മേൽക്കോടതി സമീപിക്കാൻ ശ്രീ കെ ബാബുവിന് കഴിയുമോ? അതിൽ ശ്രീ കെ ബാബുവിനും കഴിയും, അതുപോലെ ശ്രീ എം സ്വരാജിനും കഴിയും. കാരണം സ്വരാജ് ഉന്നയിച്ച എല്ലാ വാദങ്ങളും ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. ഇതില് 123(3) മതം, സമുദായം, ജാതി, അതുപോലെ തന്നെ മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ വിവിധ ഘട്ടങ്ങൾ ഈ ഇലക്ഷൻ പെറ്റീഷനിൽ ഉൾപ്പെട്ടിരുന്നു. അതിൽ ചില ആരോപണങ്ങൾ ഇപ്പോ പ്രിലിമിനറി ഒബ്ജക്ഷനിൽ കോടതി തള്ളിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ എം സ്വരാജിനും സുപ്രീം കോടതിയിൽ പോകാം, അതുപോലെ തന്നെ ശ്രീ ബാബുവിനും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പോകാവുന്നതാണ്. ഈ മതപരമായ അല്ലെങ്കിൽ ഇപ്പോൾ അയ്യപ്പന്റെ പേര് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു അല്ലെങ്കിൽ വോട്ട് പിടിച്ചു എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള കോൺസിക്വൻസസ് ആണ് അട്രാക്ട് ചെയ്യുക? അതിന്റെ നടപടികൾ എന്തായിരിക്കും? തെരഞ്ഞെടുപ്പ് വിജയിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അത് റദ്ദാക്കുക മാത്രമേ ഉണ്ടാകുള്ളൂ സ്ഥാനാർത്ഥിത്വം? എന്തായിരിക്കും? അല്ല, ഇതില് റദ്ദാക്കാം. അതുപോലെ തന്നെ തോറ്റ സ്ഥാനാർത്ഥിയെ ജയിച്ചതായി പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യവും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ വിധി ഉണ്ടായിട്ടുണ്ട്. മൂവാറ്റുപുഴ ലോകസഭാ മണ്ഡലത്തിൽ ശ്രീ PM ഇസ്മായിലും ശ്രീ PC തോമസും തമ്മിലുള്ള ആ കേസ് സമാന സ്വഭാവമുള്ളതായിരുന്നു. അതിൽ പോപ്പിനോടൊപ്പം ശ്രീ PC തോമസ് നിൽക്കുന്ന ഒരു പ്രചരണ മെറ്റീരിയൽ പ്രചരിപ്പിച്ചു എന്നതായിരുന്നു ആരോപണം. അതിൽ ഹൈക്കോടതി ശ്രീ PC തോമസിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യുകയും തെരഞ്ഞെടുപ്പിൽ തോറ്റ ഇസ്മായിലിനെ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയും അത് ശരിവെച്ചു. ആ ശരിവെച്ച് വന്നപ്പോഴേക്കും 5 വർഷത്തെ കാലാവധി കഴിഞ്ഞു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ വേണമെങ്കിൽ വളരെ ശക്തമായിട്ട് തന്നെ തോറ്റ സ്ഥാനാർത്ഥിയെ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കുന്ന പ്രീസിഡൻസും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉണ്ട്. അങ്ങനെ ഒരു ആവശ്യം ഈ പെറ്റീഷനിൽ എം സ്വരാജ് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്കളെ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടോ? അത് ആ നിലയ്ക്ക് പരിഗണിക്കും?
ഇതിൽ വളരെ ശക്തമായിട്ടുള്ള കേസാണ്. ഈ ശരിക്കും മതപരമായിട്ടുള്ള ഇപ്പൊ രണ്ടുപേരും ഹിന്ദുക്കളാണ്. ശ്രീ സ്വരാജും അതുപോലെ ശ്രീ ബാബുവും ഹിന്ദുക്കളാണെങ്കിൽ പോലും യഥാർത്ഥ ഹിന്ദു അല്ല ശ്രീ സ്വരാജ് എന്നും ഹിന്ദു മതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളാണെന്നുള്ള രൂപത്തിലുള്ള പ്രചരണവും മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും തെളിവെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു അന്തിമ വിജയം ശ്രീ എം സ്വരാജിനുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുമ്പോൾ ഇവിടെയുള്ള തുടർ വിചാരണകൾ തൽക്കാലത്തേക്ക് മുന്നോട്ട് പോകില്ല എന്നാണോ കരുതേണ്ടത്? അങ്ങനെ വന്നാൽ പക്ഷെ സുപ്രീം കോടതിയിൽ പോയാലും പ്രാഥമികമായി വാദം കേൾക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ താൽക്കാലികമായിട്ട് ഒരു സ്റ്റേ കൊടുത്തേക്കാം. പക്ഷെ എന്നിരുന്നാലും ഹൈക്കോടതിയുടെ വിചാരണയെ നിർത്തിവെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് സുപ്രീം കോടതി നീങ്ങാൻ സാധ്യതയില്ല. വളരെ നന്ദി. കെ ബാബു ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി നൽകിയ പെറ്റീഷന് അതിന്റെ മെയിൻ്റനബിലിറ്റി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തിരുന്നത്. ആ കേസിൽ ഇപ്പോൾ പ്രധാനമായിട്ട് നിലനിൽക്കുന്ന ആരോപണം ഞാൻ മനസ്സിലാക്കിയത് സ്വാമി അയ്യപ്പൻ്റെ പടം വെച്ച് എൻ്റെ പടവും വെച്ചിട്ട് സ്ലിപ്പടിച്ചു എന്നുള്ള പ്രശ്നമാണ്. ബാക്കി എല്ലാ ഭാഗവും തള്ളി. അപ്പോൾ അത് എന്താണെന്നുള്ളത് വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം കോടതി വിധി പൂർണ്ണമായിട്ട് ഞാൻ കണ്ടില്ല. അത് വന്നിട്ട് ശേഷം നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ സ്ലിപ്പ് അടിച്ചിട്ടില്ല. ഞങ്ങൾ സ്ലിപ്പ് അടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ മതചിഹ്നങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത് കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു കേസാണെന്നാണ് ഞങ്ങളുടെ വാദം തന്നെ. അപ്പം അത് കോടതി വിധിയുടെ പകർപ്പ് കിട്ടിയതിന് ശേഷം വിശദമായി അത് പരിശോധിച്ച് നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി നടപടികൾ മുന്നോട്ട് പോകും. ഇതൊരു തിരിച്ചടിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം കേസിൻ്റെ വിചാരണയിലേക്കൊന്നും ആയില്ലല്ലോ. ഇത് ഞാൻ കൊടുത്ത ഒരു തടസ്സ അർജിയല്ലേ. അങ്ങനെ ഒരു തിരിച്ചടിയായിട്ട് കാണാൻ പറ്റില്ല അത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേസിന് വരാൻ പോകുന്നില്ലേ ഉള്ളൂ. ഇത് ഞങ്ങളൊരു തടസ്സവാദം ഉന്നയിച്ചിരുന്നു ആ കേസിൻ്റെ മെയിൻ്റനബിലിറ്റി സംബന്ധിച്ച്. അപ്പം അത് എൻ്റെ ഒരു പാർട്ട് അംഗീകരിച്ചു എന്നാണ് ഞാൻ കേട്ടത്. മുഴുവനായിട്ട് തള്ളിയിട്ടില്ല. ഒരു പാർട്ട് കോടതി അംഗീകരിച്ചു. മറ്റേ കേസ് ഈ സ്ലിപ്പടിച്ചു എന്നുള്ള കേസ് തുടരും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതിൻ്റെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് പ്രവർത്തിക്കും. അല്ലാതെ എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാവുന്ന സാഹചര്യമല്ല ഉള്ളത്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുവരെ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഞങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളങ്ങനെ സ്ലിപ്പ് അടിച്ചിട്ടില്ല. ഞങ്ങൾ സാധാരണഗതി എല്ലാവരും അടിക്കുന്ന പോലുള്ള സ്ലിപ്പ് അടിച്ചിട്ടുണ്ട്. അത് പക്ഷേ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ സ്വാമി അയ്യപ്പൻ്റെ ഒന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അല്ല, ഞങ്ങൾ അടിച്ചിട്ടില്ല. ഏതായാലും ഈ സ്ലിപ്പ് കൊടുത്തതായിട്ട് ആദ്യം കിട്ടിയതായിട്ട് പറഞ്ഞത് ഇവിടെയുള്ള ഒരു DYFI നേതാവിനാണ്. ഈ സ്ലിപ്പ് ആദ്യമായിട്ട് കിട്ടിയെന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ളൊരു DYFI നേതാവിനായിരുന്നു. അപ്പോഴാണ് ഞങ്ങളറിയുന്നത്. അല്ല, ഞങ്ങളിങ്ങനെ ഒരു സ്ലിപ്പ് അടിച്ചിട്ടില്ല. ഞങ്ങളങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. കെ ബാബുവിന്റെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾക്ക് വളരെ സുപരിചിതമായ ഒരു മണ്ഡലം കൂടിയാണ് ഈ തൃപ്പൂണിത്തറ. അവിടെയാണ് ഇപ്പോൾ ഈ വിവാദം വന്നിരിക്കുന്നത്. കോടതി അതിലാണ് ഈ കേസ് തുടരാം എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഇത് പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്ന ഒരു നിയമവശം? അല്ല, ഈ തെരഞ്ഞെടുപ്പ് കേസുകളെ സംബന്ധിച്ചുള്ള ഇതിൽ രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന് പ്രാരംഭ തടസ്സവാദം, രണ്ട് കേസിന്റെ തെളിവെടുത്തതിന് ശേഷം കോടതി എത്തിച്ചേരുന്ന ഒരു തീരുമാനം. ഇത് രണ്ടും കൂടി 6 മാസത്തിനകത്ത് തീർപ്പാക്കണമെന്നാണ് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2 കൊല്ലം ആവുന്നു. ഇതുവരെ പ്രാഥമിക ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. പല കേസുകളും ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തള്ളിപ്പോവാറുണ്ട്. അപ്പൊ പിന്നെ വിചാരണ നടത്തേണ്ട ആവശ്യമില്ല, സാക്ഷികളെ വിസ്തരിക്കേണ്ട, വാദിക്കേണ്ട, കോടതിയുടെ സമയം അധികം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടതില്ല. ഈ പ്രാരംഭ തടസ്സവാദം ഉയർന്നതെന്ന് വെച്ചാൽ പലപ്പോഴും ഈ ഹർജി വളരെ വളരെ സാങ്കേതിക സ്വഭാവമുള്ളതാണ്.
അത് വളരെ സൂക്ഷ്മതയോടെ തയ്യാറാക്കണം. അതിന് ചെറിയ ഒരു അപാകത വന്നാൽ, ചെറിയൊരു പാളിച്ച വന്നാൽ പെറ്റീഷൻ തന്നെ തള്ളിപ്പോകും. അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് അഴിമതിയാണ് ആരോപിച്ചിട്ടുള്ളത്. അതിന് വളരെ കടുത്ത തെളിവുകൾ ആവശ്യമുണ്ട്. നമ്മളൊരു കൊലപാതക കേസിൽ പ്രതിയെ ശിക്ഷിക്കുന്നതിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ തെളിവ് ഈ വാദി കോടതിയിൽ ഹാജരാക്കണം. എന്നാലേ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തുള്ളൂ. കാരണം തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തുന്നത് കോടതി വളരെ വളരെ അത്യപൂർവമായിട്ട് മാത്രം ചെയ്യുന്ന കാര്യം. അപ്പൊ ഇതില് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രാരംഭ തടസ്സവാദം കെ ബാബു ഉന്നയിച്ചിരുന്നു. ആ തടസ്സവാദത്തിന്റെ ഒരു ഭാഗം കോടതി അംഗീകരിച്ചു, ഒരു ഭാഗം അംഗീകരിച്ചില്ല. അതിന്റെ അർത്ഥം ഈ അംഗീകരിക്കാത്ത ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇനി സ്വരാജ് കോടതിയിൽ തെളിവ് ഹാജരാക്കണം. തെളിവ് ഹാജരാക്കണം എന്ന് വെച്ചാൽ ഈ സ്വാമി അയ്യപ്പന്റെ പടമുള്ള ഒരു സ്ലിപ്പ് വോട്ടർമാരുടെ ഇടയിൽ വിതരണം ചെയ്തു തെളിയിച്ച പോരാ. അത് ഒന്നുകിൽ കെ ബാബുവിന്റെ നിർദ്ദേശപ്രകാരം വിതരണം ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജന്റിന്റെ നിർദ്ദേശപ്രകാരം വിതരണം ചെയ്തു. അത് രണ്ടുമല്ലെങ്കിൽ ഇവരുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന മറ്റു വ്യക്തികൾ ഈ സ്ഥാനാർത്ഥിയുടെയോ അദ്ദേഹത്തിന്റെ ഏജന്റിന്റെയോ അറിവോട് സമ്മതത്തോടു കൂടി വിതരണം ചെയ്തു. അത് വോട്ടർമാരുടെ ഇടയിൽ മതപരമായൊരു വികാരം ഉണ്ടാക്കുന്നതിനും അതുവഴിക്ക് ആളുകൾ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാനും ഇടവരുത്തി എന്ന കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു കേസിലൊക്കെ തെളിയിക്കുന്ന പോലെ അത്രയധികം തെളിവുകളുണ്ട്. അത് ഹാജരാക്കേണ്ടി സ്ഥാപിച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തൂ. അപ്പൊ സത്യത്തിൽ ഇപ്പോ ഒരു പ്രാഥമികമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നു. കേസ് നിലനിൽക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വളരെ നന്ദി ശ്രീ ജയശങ്കർ, താങ്കൾ ഈ നിയമവശങ്ങൾ വ്യക്തമാക്കിയതിന്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി.